ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ന്യൂജൻ സ്റ്റഡീസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ കാസ്കറ്റ്സ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററാണ്. മലയാളത്തിൽ ജീവൻ്റെ ചെപ്പുകൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കല്ലേ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇതാണ്, കാസ്കറ്റ്സ് ഓഫ് ലൈഫ്. ഇതിലെന്താ പറഞ്ഞേക്കണേ നോക്കാം. മിന്നു വാസ് വാക്കിംഗ് അലോങ് ദി ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ ഹൗസ്, ഹമ്മിങ് എ ട്യൂൺ. ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് മിന്നു അവളുടെ വീട്ടുമുറ്റത്തുള്ള തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു. അറ്റ് വൺസ് സംതിങ് പ്രിക്ക്ഡ് ഹെർ. പെട്ടെന്ന് അവളെ എന്തോ കുത്തി. ഇറ്റ്സ് സോ പെയിൻഫുൾ. അവൾ പറയാണ്, അത് വളരെ വേദനയായിരുന്നു. ഷീ വാസ് സർപ്രൈസ്ഡ് വെൻ ഷീ സോ എ ലിറ്റിൽ ബ്ലാക്ക് ഇൻസെക്ട് ഓൺ ഹെർ ഹാൻഡ്. അപ്പോഴാണ് അവൾ അവളുടെ കയ്യിലുള്ള കറുത്ത ചെറിയ ജീവിനെ കണ്ടത്. അതിനെ കണ്ട് അവൾ ഒരുപാട് അത്ഭുതപ്പെട്ടു. അവൾ ആലോചിക്കുകയായിരുന്നു, ഹൗ ടെനി ദി ക്രീച്ചർ ഈസ്. ഈ ജീവി എത്ര ചെറുതാണ്. ഇങ്ങനെയാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇനി ഇതിൽ എന്തൊക്കെ പറഞ്ഞേക്കുന്നത് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ഇതാണ്, ഈവൻ സ്മോളർ ദാൻ ആൻ എൻറ്റ്. ഉറുമ്പിലും ചെറുതോ എന്ന് മലയാളത്തിൽ പറയും. ദർ ആർ സോ മെനി കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അറൗണ്ട് അസ്, ബിഗ്, സ്മോൾ, ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്, ഷേപ്സ് ആൻഡ് സോ ഓൺ. വൈവിധ്യങ്ങളായ പല ചെടികളും ജീവികളും നമുക്ക് ചുറ്റുമുണ്ട്. പല വലുപ്പത്തിലും പല രൂപത്തിലും പല കളറിലും നമ്മൾ കണ്ടിട്ടില്ലേ. ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് നമുക്ക് നോക്കാം. ട്രൈ ടു റൈറ്റ് ഡൗൺ ദി ഓർഗാനിസം ഗിവൺ ബിലോ ഇൻ ഓർഡർ ഓഫ് ദെയർ സൈസ്. ലെറ്റ് ദി ബിഗ്ഗസ്റ്റ് വൺ ഫസ്റ്റ്. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന ആനിമൽസിനെ നമ്മൾ അവരുടെ വലുപ്പത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഏറ്റവും വലുതിന് എന്ത് ചെയ്യും, നമ്മൾ ഏറ്റവും മുകളിൽ എഴുതും. അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും കുറച്ച് ചെറുത്. മനസ്സിലായല്ലോ. ഇനി നമുക്കിവിടെ ഏതൊക്കെയാണ് ആനിമൽസിന് തന്നിക്കുന്നത് നോക്കാം. ഗോട്ട് എന്ന് വെച്ചാൽ ആട്, എലിഫൻറ്റ് ആന, ക്യാമൽ ഒട്ടകം, ആൻഡ് ഉറുമ്പ്, ഹോഴ്സ് കുതിര. ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? എലിഫൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും ആദ്യം? എലിഫൻറ്റ്. നെക്സ്റ്റ് ഏതാണ് വരിക? നെക്സ്റ്റ് വരിക ക്യാമലാണ്, ഒട്ടകം. പിന്നെ ഏതാ വരുന്നത്? ഹോഴ്സ്, കുതിര. പിന്നെ വരുന്നതാണ് ഗോട്ട്, ആട്. ഇനി എന്താ ഇവിടെ ചോദിച്ചേക്കണേ നോക്കിയേ. ഈസ് ദി സ്മോളസ്റ്റ് ക്രീച്ചർ ഓൺ ലാൻഡ്. ഭൂമിയിലെ ഏറ്റവും ചെറിയ ജീവി ഉറുമ്പാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ നോ എന്നാണ്. ഭൂമിയിൽ ഉറുമ്പിനേക്കാളും ചെറിയ ഒരുപാട് ജീവികളുണ്ട്. പക്ഷേ അവയൊന്നും നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാനായിട്ട് പറ്റില്ല. കാരണം എന്താ? അത് അത്രയ്ക്ക് ചെറുതാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികളെ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് മൈക്രോസ്കോപ്പ്. ഇവിടെ താഴെ മൈക്രോസ്കോപ്പിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടോ? എന്നിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് കനോട്ട് ബി സീൻ ബൈ ദി നേക്കഡ് ഐസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ത്രൂ ദി മൈക്രോസ്കോപ്പ്. അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സൂക്ഷ്മജീവികളെ കാണാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാം. നിങ്ങളതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇത് എക്സാമിനൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി കണ്ടോ. ഹൗ ക്യാൻ വി ഒബ്സർവ് ഓർഗാനിസം ദാറ്റ് കനോട്ട് ബി സീൻ ബൈ ദി നേക്കഡ് ഐസ്. നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളെ നമുക്ക് എങ്ങനെ കാണാനായിട്ട് പറ്റും? ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സൂക്ഷ്മജീവികളെ കാണാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ. എന്നാൽ നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹൗ സ്മോൾ. ഇത്ര ചെറുതോ. ട്രൈ ഡൂയിങ് ദിസ് എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്? നമ്മുടെ ലോകത്ത് സൂക്ഷ്മജീവികൾ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, കവർ ഗ്ലാസ്, ഹെയർ സോക്ക്ഡ് വാട്ടർ. മൈക്രോസ്കോപ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇനി എന്താണ് സ്ലൈഡ് എന്ന് വെച്ചാൽ? സ്ലൈഡ് എന്ന് വെച്ചാൽ ഒരു ചതുരാകൃതിയിലുള്ള ഒരു കുഞ്ഞു ഗ്ലാസ്സാണ്. മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ എന്തെങ്കിലും ഒബ്സർവ് ചെയ്യുമ്പോൾ അത് നമ്മൾ വെക്കുക ഈ ഗ്ലാസ് തന്നെയാണ്. കവർ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഒബ്സർവ് ചെയ്യണത് അതിൻ്റെ മുകളിലായിട്ട് ഈ കവർ ഗ്ലാസ് വെക്കും.
പിന്നെ ഹെയർ സോക്ക്ഡ് വാട്ടർ. ഹെയർ സോക്ക്ഡ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല വൈക്കോലോ പുല്ലോ ഒക്കെ ഇട്ട് വെച്ച വെള്ളത്തിനെയാണ് നമ്മൾ ഹെയർ സോക്ക്ഡ് വാട്ടർ എന്ന് പറയുന്നത്. ഈ ഹെയർ സോക്ക്ഡ് വാട്ടർ കളക്ട് ചെയ്യാനുള്ള 3 മെത്തേഡ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വറ്റി തീരാറായ കുളമോ തടാകമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ വെള്ളം കളക്ട് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ പറയുന്നത് കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങൾ ഉണ്ടാവില്ലേ, അവിടെ നിന്ന് അവിടുത്തെ വെള്ളം കളക്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് വൈക്കോലോ അല്ലെങ്കിൽ പുല്ലോ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ തിളപ്പിക്കുക. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം ഏതെങ്കിലും കുളത്തിലെയോ കിണറ്റിലെയോ വെള്ളം എടുത്തിട്ട് അതിൽ ഒഴിച്ചിട്ട് 3 ദിവസം എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു തുള്ളി എടുത്തിട്ടാണ് നമ്മൾ ഈ പരീക്ഷണം ചെയ്യേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ടേക്ക് എ ഡ്രോപ്പ് ഓഫ് എ സോക്കഡ് വാട്ടർ ഓൺ എ സ്ലൈഡ്. ആ സ്ലൈഡിൽ ഒരു ഡ്രോപ്പ് വാട്ടർ എടുക്കുക. പ്ലേസ് ദി കവർ ഗ്ലാസ് ആൻഡ് ദെൻ ഒബ്സർവ് ഇറ്റ് ത്രൂ ദി മൈക്രോസ്കോപ്പ്. എന്നിട്ട് എന്ത് ചെയ്യുക, കവർ ഗ്ലാസ് വെക്കുക ആ വാട്ടറിൻ്റെ മുകളിൽ. എന്നിട്ട് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുക, നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, കുറച്ച് കുഞ്ഞു കുഞ്ഞു ജീവികളെയായിട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ അവ ചലിക്കുന്നത് പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. ഈ ജീവികളെയാണ് സൂക്ഷ്മജീവികളെന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് സൂക്ഷ്മജീവികളെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് അമീബയാണ്. കൃത്യമായൊരു രൂപമോ ആകൃതിയോ ഇല്ലാത്ത ജീവിയാണ് അമീബ. പിന്നെ ഇതാണ് പാരമീസിയം, ഇതാണ് യുക്ലീന. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വൈറസിനെ കുറിച്ചും ബാക്ടീരിയനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ വൈറസിനെയും ബാക്ടീരിയനെയും ഒക്കെ പറയുന്നത് സൂക്ഷ്മജീവികൾ എന്നാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ മൈക്രോ ഓർഗാനിസംസ്. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് നോട്ട് തയ്യാറാക്കാം. അപ്പോൾ നമുക്കത് എഴുതി നോക്കിയാലോ. എക്സ്പെരിമെൻറ്റ് നോട്ട്, അതായത് പരീക്ഷണക്കുറിപ്പ്. ഒരു എക്സ്പെരിമെൻറ്റ് നോട്ട് എഴുതുമ്പോൾ ഈ താഴെ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മലയാളമാണ്, മലയാളം മീഡിയം കുട്ടികൾക്കായിട്ട്. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് എയിമാണ്. എയിം എന്ന് വെച്ചാൽ എന്തിനാണ് നമ്മൾ ഈ പരീക്ഷണം ചെയ്യുന്നത്, അതാണ് എയിമിൻ്റെ ഉള്ളിൽ എഴുതേണ്ടത്. മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരീക്ഷണം ചെയ്യാൻ നമുക്ക് ആവശ്യമായ വസ്തുക്കൾ. പ്രൊസീജിയർ എന്ന് വെച്ചാൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റെപ്പുകളാണ് എഴുതേണ്ടത്. ഒബ്സർവേഷൻ, ആ പരീക്ഷണത്തിൻ്റെ അവസാനം എന്താണ് നമ്മൾ കണ്ടത്, അതാണ് ഈ ഒബ്സർവേഷനിൽ എഴുതേണ്ടത്. പിന്നെന്താ, ഇൻഫറൻസ്. ഇൻഫറൻസ് വെച്ചാൽ നിഗമനം, അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, അതിനെയാണ് നിഗമനം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പരീക്ഷണം നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് നോട്ട് ഇതാ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇത് എഴുതിയെടുക്കുക. മലയാളം മീഡിയം കുട്ടികൾ ഇത് എഴുതിയെടുക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഫ്രണ്ട്സ്.